ഒരാൾ എൻലൈറ്റഡ് ആയാൽ ഈ പ്രപഞ്ചം ആദ്യം തിരിച്ചറിയും. നമ്മുടെ ഉള്ളിൽ എന്ത് ആന്തരികമായിട്ടുള്ളതും റിഫ്ലക്റ്റ് ചെയ്യുക കണ്ണിലാണ്. ഈ മനസ്സിൻ്റെ ചലനവും കണ്ണിമകളുടെ ചലനവും തമ്മിലൊരു ഡയറക്റ്റ് ബന്ധമുണ്ട്. എൻലൈറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഹിമ വെട്ടൽ വളരെ കുറവായിരിക്കും. ഒരു എൻലൈറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കണ്ണ് അത്രയും ശാന്തമായതുകൊണ്ട് കാരുണ്യം മുറ്റിയ കണ്ണുകളായിരിക്കും, വിടർന്ന കാരുണ്യം മുറ്റിയ കണ്ണുകളായിരിക്കും. സാർ, ഈ ആത്മചൈതന്യം, അതായത് നമ്മൾ ഈ ബോധോദയം എന്നൊക്കെ പറയുന്നില്ലേ, അതായത് ചില ആൾക്കാരെ കാണുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ആയി പോകും. അതായത് അവരുടെ ഒരു ചൈതന്യം, അവരുടെ ഒരു ഈശ്വരീയ ചൈതന്യം പുറത്തു വന്നവരായിരിക്കും. നമുക്ക് എന്തും പറയാം, എന്തും സംസാരിക്കാം, അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അട്രാക്റ്റഡ് ആവും നമ്മൾ. അപ്പോൾ ഈ ബോധോദയം വന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇപ്പോൾ സാധാരണ രീതിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പാടായിരിക്കും, ഒരടുത്ത ലെവലിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ബോധോദയം ഉണ്ടോ ഇല്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം നമ്മൾ നിരന്തരം ആ വഴി പോകുന്നതുകൊണ്ട്. പക്ഷേ എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഈ ബോധോദയം എന്നൊരാളുടെ അടുത്ത് ഒരു സാമീപ്യം, അല്ലെങ്കിൽ അടുത്ത് സംസാരിക്കാൻ, ഒരു അറിവ് പകർന്നു കൊടുക്കുക. അതിനേക്കാളും അപ്പുറം നമ്മൾ എവിടെയെങ്കിലും ഒരു മനസ്സ് തളർന്നു പോകുന്ന സമയം നമ്മളെ കൂടെ പിടിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നിലയിൽ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ സാധാരണ ഡേ ടു ഡേ ലൈഫ് എൻഗേജ് ആയി പോകുന്ന ആൾക്കാർക്ക് ഈ ബോധോദയം വന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ആ ഒരു ആത്മസ്വരൂപം, അല്ലെങ്കിൽ ഒരു ആത്മീയ ചൈതന്യം എന്നൊരാളെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എന്താണ് അതിനുള്ളൊരു വഴി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? തീർച്ചയായിട്ടും. ഒരു വഴിയല്ല, പല ഘടകങ്ങളുണ്ട്. ഒരു ഘടകം മാത്രം നോക്കിയിട്ട് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരിലും ഏതെങ്കിലുമൊക്കെ ഘടകങ്ങൾ നമ്മൾ കാണാൻ കഴിയും. പക്ഷേ ഇതെല്ലാം കൂടി ഒരാളിൽ വരുന്നത് തീർച്ചയായിട്ടും ആ എൻലൈറ്റഡ് ആയിട്ടുള്ള ആ സ്റ്റേജിലുള്ള ഒരാൾക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരാൾ എൻലൈറ്റഡ് ആയാൽ ഈ പ്രപഞ്ചം ആദ്യം തിരിച്ചറിയും. ആദ്യം തിരിച്ചറിയുന്നത് ഈ പ്രപഞ്ചമാണ്. കാരണം പ്രപഞ്ചത്തിന്, യൂണിവേഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഒന്നുമില്ലല്ലോ. ഒരു കാട്ടിലൊരു പുഷ്പം വിരിഞ്ഞാൽ അത് അവിടെ ആരും ഇല്ലെങ്കിലും അത് തിരിച്ചറിയപ്പെടും പ്രപഞ്ചത്തിൽ. അതുപോലെ എവിടെ ഈ ലോകത്ത് ഒരാൾ എൻലൈറ്റഡായ ഈ പ്രപഞ്ചം മൊത്തം ആ ചുറ്റുപാടൊക്കെ ഇങ്ങനെ ആ ആനന്ദത്തിൽ തന്നെ ഈ പ്രപഞ്ചവും ഇങ്ങനെ എന്താ പറയുക, ആ വൈബ്രേഷൻ പ്രപഞ്ചത്തിലും ഉണ്ടാവും. ചെടികളിലും മൃഗങ്ങളൊക്കെയാണ് ആദ്യം തിരിച്ചറിയുക. ചില നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില മൃഗങ്ങളൊക്കെ ചില ആളുകളോട് ഭയങ്കരമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവില്ല, ഒരു പരിചയമില്ലാത്ത ആളായിരിക്കും. അല്ല, ഇപ്പം നമ്മളൊരു കുറച്ചുകൂടെ ഒരു അടുത്ത ലെയറിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന മൃഗങ്ങളെല്ലാം നമ്മളോട് അതാണ്. ഇപ്പം എത്ര എല്ലാവരും പറയും ആ വീട്ടിൽ പോകുമ്പോൾ ആ നായെ സൂക്ഷിക്കണമെന്ന് പറയും, പക്ഷെ നമ്മളോട് ചില ആളുകളോട് അത് ഈ സംഭവം മൃഗങ്ങളാണത് നമ്മളെക്കാൾ മനുഷ്യന് സെൻസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മൃഗങ്ങളുടെ അത്ര ജാഗ്രത അല്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റു പല വിഷയങ്ങളിലും ആയതുകൊണ്ട് നമുക്കിത് അത്ര സെൻസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. എന്നാലും മൃഗങ്ങൾ ആദ്യം തിരിച്ചറിയും. അപ്പോൾ ഏതൊരാളുടെ മുന്നിൽ എൻലൈറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് വന്യമൃഗങ്ങൾ പോലും വളരെ സൈലൻ്റ് ആയിരിക്കും. അവരെ ചുറ്റിപ്പറ്റിയിട്ട്, അപ്പോൾ മായിയമ്മയുടെയൊക്കെ ചുറ്റും ഇങ്ങനെ പശുക്കുട്ടികളും മൃഗങ്ങളും. അപ്പോൾ അങ്ങനെ അവധൂതാവസ്ഥ എൻലൈറ്റഡ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ചുറ്റും നോക്കിയാൽ ഇങ്ങനെയുള്ള മൃഗങ്ങൾ പോലും അവരോട് വളരെ സൗമ്യതയിൽ വർത്തിക്കുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നമുക്കും ഉണ്ടാവുക. അവർ പരമമായ ശാന്തിയും ആനന്ദവും അനുഭവിക്കുന്ന വ്യക്തികളാണ്. എൻലൈറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. ആ സച്ചിദാനന്ദം സർവ്വസമയവും അവർ അതിൽ മുഴുകിയിരിക്കുന്ന ആളുകളാണ്, അവരത് അനുഭവിക്കുന്ന ആളാണ്. അത് നമ്മളും തിരിച്ചറിയാം. അവിടെ ചെല്ലുമ്പോൾ ആ പ്രസൻസിൽ നമ്മൾ എത്തുമ്പോൾ എന്തെന്നില്ലാത്തൊരു ശാന്തത നമ്മളിലേക്കും വരും. നമ്മൾ എത്ര പ്രക്ഷുബ്ധമായ മനസ്സോട് കൂടിയിട്ട് ആണ് പോകുന്നതെങ്കിൽ, ഇപ്പോൾ ചില ആളുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയില്ല, ദൈനംദിന ജീവിതത്തിൽ തന്നെ ചില ആളുകളുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ കംഫർട്ടായിരിക്കില്ല, തീരെ കംഫർട്ടായിരിക്കും. ചില ആളുകളുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ കംഫർട്ടായിരിക്കും. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഈ മൈൻഡ് വളരെ പ്രക്ഷുബ്ധമായ ആളുകളുടെ അടുത്ത് പോകുമ്പോഴാണ് നമ്മൾ പിന്നെ കംഫർട്ടല്ലാതെ. എന്നാൽ ശാന്തത ഉള്ള ആളുകളോട് നമുക്ക് ഒരു പരിചയമില്ലെങ്കിലും നമുക്ക് അവരോടൊരു, അപ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റാണ് ഇവർ പരമമായ ശാന്തതയിലാണ്, ആ ആനന്ദത്തിലാണ്. അവരെ ഏത് ജീവിയും തിരിച്ചറിയും. അവരെ കാണുമ്പോഴേക്ക് തന്നെ അവരുടെ പ്രസൻസ്, അവർ എത്തുന്നതിൻ്റെ എത്രയോ മുന്നേ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മളെ ഉള്ള പ്രക്ഷുബ്ധതയും ഒന്ന് ശാന്തമാകുമ്പോൾ നമുക്ക് ആ ദിവ്യമായ സാന്നിധ്യമാണത്.
അത് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ തിരിച്ചറിയും. അതാണ് ഒരു പ്രത്യക്ഷത്തിലല്ലെങ്കിൽ എനർജി ലെവലിലുള്ള ഒരു സംഭവം. ഏത് സാന്നിധ്യത്തിലാണോ നമ്മളുടെ മനസ്സ് ശാന്തമാവുകയും നമ്മൾ തന്നെ വിമലീകരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയാണ്, നമ്മളുടെ ഉള്ളിലുള്ള പല എനർജി പ്രശ്നങ്ങളും സോൾവായി പോകും. അങ്ങനെ നമ്മളൊരു ശാന്തത അനുഭവിക്കും, നമ്മളൊരു ഹാപ്പിനെസ് അനുഭവിക്കും. അത് ഏത് പ്രസൻസിലാണോ അത് ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതാണ്. അദ്ദേഹം സാധാരണ ഒരാളല്ല നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് അൾട്ടിമേറ്റ് ആയിരിക്കും. ഈ ബോധോദയം സിദ്ധിച്ച ഒരാളാണെങ്കിൽ അവരുടെ അടുത്ത് പോയാൽ ഏതാളും ശാന്തമാവും, ഹാപ്പിനെസ് മതി. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വ്യക്തികളിലേക്ക് കോടിക്കണക്കിന് മനുഷ്യർ ഒരു കാരണവുമില്ലാതെ പോകുന്നു, അവരിലേക്ക് അടിഞ്ഞുകൂടുകയാണ്. ശരി, ആ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോകാൻ മനസ്സ് സമ്മതിക്കില്ല. ശരി, സ്വന്തം ജീവിതം മറന്ന് അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ ആ സാന്നിധ്യത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മനസ്സ് കൊതിക്കും. അതൊരു അപകടമുണ്ട് അതിൽ. കാരണം ജീവിതം വേറെയാണ്. അവർക്ക് ആ ശാന്തതയുണ്ട്, ആനന്ദവും അനുഭവിക്കുന്നുണ്ട്. നമ്മളും ആ ആനന്ദം അനുഭവിക്കാനുള്ള വിദ്യയാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. ശരി, അവിടെ ആ സാന്നിധ്യത്തിൽ നിന്ന് ഊർജ്ജമൊക്കെ ഉൾക്കൊള്ളാം. പക്ഷെ അതിൽ കവിഞ്ഞ് നമ്മൾ അവിടെ തന്നെ വീണു പോയാൽ നമ്മൾ വീണു പോകും. അത് സൂക്ഷിക്കണം. അപ്പോൾ ഇതാണ് സാന്നിധ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ തിരിച്ചറിയുന്നുള്ളതാണ്. ഇനി പ്രത്യക്ഷമായിട്ട് ഏതൊരാൾക്കും വായിച്ചെടുക്കാവുന്ന കുറേ സിഗ്നലുകളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പരമമായ ശാന്തത, ഈ ആന്തരികമായ അവരനുഭവിക്കുന്ന ആ സ്വാസ്ഥ്യം നമ്മുടെ ഉള്ളിൽ എന്ത് ആന്തരികമായിട്ടുള്ളതും റിഫ്ലക്റ്റ് ചെയ്യുക കണ്ണിലാണ്. അതെ. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ കണ്ണിൽ നോക്കൂ, ഒരു കുട്ടിയുടെ കണ്ണ് പോലെയല്ല, നിഷ്കളങ്കമായ ഒരു കണ്ണല്ല, അത്ര പവിത്രമായ ഒരു കണ്ണല്ല. നമ്മൾ വളരുന്ന കുട്ടികളൊക്കെ ഭയങ്കര നിഷ്കളങ്കമായ കണ്ണ്, കൗതുകം മുറ്റിയ കണ്ണുകൾ. എന്താ കാരണം വെച്ചാൽ അവരിൽ ഈ മൈൻഡ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അവരുടെ ഉള്ളിൽ അത്രയും പരിശുദ്ധമായതുകൊണ്ട് കുട്ടികളുടെ കണ്ണ് നിഷ്കളങ്കമാണ്. ഈ എൻലൈറ്റഡ് ആയിട്ടുള്ള ആളുകളും അതേ നിഷ്കളങ്കത തിരിച്ച് വീണ്ടും പ്രാപിച്ചവരാണ്. അപ്പോൾ അവരുടെ കണ്ണും അതുപോലെ കളങ്കമറ്റ കണ്ണുകളായിരിക്കും. ആ കണ്ണുകൾ, സാധാരണ ഒരു മനുഷ്യൻ്റെ കണ്ണുകളിൽ സമസ്ത വികാരങ്ങളും ഉണ്ടാവും. നമ്മൾക്ക് ഈർഷ്യ ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ദുരം ഉണ്ടാവും. ഇതൊക്കെ കണ്ണുകളിൽ നിന്ന് തിരിച്ചറിയും. അതേപോലെ ഒരു എൻലൈറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കണ്ണ് അത്രയും ശാന്തമായതുകൊണ്ട് കാരുണ്യം മുറ്റിയ കണ്ണുകളായിരിക്കും, വിടർന്ന കാരുണ്യമുറ്റിയ കണ്ണുകളായിരിക്കും. അത് ഒരു സാധാരണ മനുഷ്യൻ്റെ കണ്ണുകളായിരിക്കില്ല. അപ്പോൾ ഓഷോൻ്റെയൊക്കെ കണ്ണ് കണ്ടിട്ട് ഈ കണ്ണ് അപകടകരമാണ് എന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല, അങ്ങ് അത്രയും ശാന്തതയാണ്. ശരി. അപ്പോൾ അത് ആണ് നമ്മൾക്ക് സാധാരണ ഒരാൾക്ക് തിരിച്ചറിയാനുള്ള ഒരു ഉപാധി. ഇത് മാത്രമുള്ളതുകൊണ്ട് എൻലൈറ്റഡ് ആണെന്ന് നമ്മൾ വിചാരിക്കരുത്, അതൊരു ഉപാധി. അതോടൊപ്പം ഒരു ലെവലിലെത്തിയ ആളുകൾ നോക്കും, അവരുടെ ഒരു കണ്ണിമ വെട്ടുന്നത് കുറവായിരിക്കും. ഈ മനസ്സിൻ്റെ ചലനവും കണ്ണിമകളുടെ ചലനവും തമ്മിലൊരു ഡയറക്റ്റ് ബന്ധമുണ്ട്. നമ്മളെ മനസ്സ് എത്ര ഇളകിക്കൊണ്ടിരിക്കുന്നോ അതിനനുസരിച്ച് നമ്മളെ ഹിമ വ്യത്യാസം. എൻലൈറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഹിമ വെട്ടൽ വളരെ കുറവായിരിക്കും. ഓക്കെ, അത് കൃത്യമായിട്ട് നോക്കിയാൽ അറിയാം. അവർ ഈ കണ്ണുകളിൽ ഈ ലോകം മുഴുവൻ പ്രതിഫലിക്കുക. അതായത് ആ അഗാധമായിരിക്കും ആ കണ്ണുകൾ നോക്കി. കാരുണ്യമായിരിക്കും അതിൽ കാണുക, സ്നേഹവും കാരുണ്യവും മാത്രമായിരിക്കും. മാത്രമല്ല ആ കണ്ണുകൾ അഗാധമായ ഒരു അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഴം നമുക്ക് കിട്ടില്ല, അത്ര വലിയ ആഴത്തിലായിരിക്കും. അത് ആണ് ആ നിഷ്കളങ്കതയും അതിൻ്റെ ആഴവും അതിൻ്റെ ശാന്തതയും ഒക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അതാണ് അടുത്തൊരു ഉപാധി. ഇനി അടുത്തൊരു സംഭവം പറയുകയാണെങ്കിൽ ശബ്ദം. അവരുടെ ദൃഷ്ടിയിൽ പറഞ്ഞില്ല, അതുപോലെ ശബ്ദം ഉണ്ടല്ലോ. അവർ എന്താ വെച്ചാൽ എൻലൈറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധി ചക്രം പൂർണ്ണമായും നമുക്ക് ഏത് സാധന ചെയ്താലും കുറച്ച് കാലം കൊണ്ട് നമുക്ക് വിശുദ്ധി വരെ ഓപ്പണാക്കാൻ പറ്റും. വിശുദ്ധിയിൽ നിന്ന് അങ്ങോട്ട് ഓപ്പണായി പോകുക എന്നുള്ളത് തീക്ഷ്ണമായ സാധനയോടും ആ ഒരു ഇതുള്ളവർക്ക് അത് പറ്റുള്ളൂ. ഇത് ഓപ്പൺ ആവുന്നതോട് കൂടിയിട്ട് വോക്കൽ കോഡാണല്ലോ ഇവിടെ. അതെ അതെ. ശബ്ദം ഉണ്ടല്ലോ, മാസ്മരികമായ ശബ്ദമായിരിക്കും, സ്ഫടിക സമാനമായ സ്റ്റീരിയോഫോണിക്കായിട്ടുള്ള ശബ്ദമായിരിക്കും. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ആ ശബ്ദത്തിൽ നമ്മൾ വീണു പോകും. ഈ കാഴ്ചയിൽ നമ്മൾ വീണു പോകണ പോലെ തന്നെ ഈ ശബ്ദം നമ്മളെ വല്ലാതെ വശീകരിക്കും. എന്നാൽ മാസ്മരികമായ ശബ്ദം തന്നെ, വേറൊരു വാക്ക് പറയാനില്ല, സ്റ്റീരിയോഫോണിക്കായിരിക്കും. പിന്നെ അവർക്ക് അത് തിരിച്ചറിയാം. എങ്ങനെ അറിയാം? നമ്മളിപ്പോൾ ഒരു സംഗീതമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ
നമുക്കൊരു ഒക്ടേവ് ഉണ്ട്. നമുക്ക് പിന്നെ നമ്മളുടെ സ്വരസഞ്ചാരത്തിന് ഒരു പരിധിയുണ്ട്. ഈ സാ മുതൽ ഏതുവരെ പോകാൻ പറ്റുന്നുള്ളൂ വെള്ളി വീഴാതെ. പക്ഷേ എൻലൈറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ സ്വരസഞ്ചാരം എന്ന് പറഞ്ഞാൽ താഴ്ന്ന സ്ഥായിയിൽ നിന്ന് മുകളിലത്തെ സ്ഥായിലേക്ക് വളരെ ഉയർന്ന സ്ഥായിൽ വരെ അവർ അനായാസം. ഇപ്പോൾ ഈ വീണ്ടും ഞാൻ അമൃതാനന്ദമയ്യ എനിക്ക് സൂചിപ്പിക്കേണ്ടി വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ പരിസരത്തിൽ ഞാൻ അങ്ങനെ കണ്ടുള്ളൂ. അമൃതാനന്ദമയ്യൊക്കെ 90കളിലും 2000ങ്ങളിലൊക്കെ അവർ ഭജൻസ് പാടുമ്പോൾ കൃഷ്ണ എന്നൊരു വിളിയുണ്ട്. കൃഷ്ണ 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 എന്നിട്ട് ആ വിളി പിന്നെ എത്ര സാധകം ചെയ്താലും ഏറ്റവും വലിയ ഗായകന് പോലും എത്താൻ പറ്റാത്ത ആ സ്ഥായിലാണ്. അവിടേക്ക് വരെ എത്തും ആ വിളി, ആ ഒക്ടേവിലേക്ക് എത്തും. ആ സ്പാന് നമ്മുടെ ആ വോക്കൽ കോഡിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ട് വർദ്ധിക്കും. കാരണം ആ വിളിയിൽ നമ്മൾ കൃഷ്ണനെ കണ്ടുപോകും. അപ്പോൾ ഏതൊരു എൻലൈറ്റഡ് ആയിട്ടുള്ള ആളുടെയും ശബ്ദത്തിൽ ആ മാസ്മരികതയും ആ എന്താ പറയുക സഞ്ചാരത്തിൻ്റെ ദൈർഘ്യവും അത്രയും ഉന്നതമായിരിക്കും. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. ഓക്കെ. പിന്നെ ഒന്നുള്ളത് ശരീരചലനങ്ങളാണ്. മനസ്സും ശരീരചലനങ്ങളും തമ്മിൽ ഡയറക്റ്റായിട്ടുള്ള ബന്ധം. ഡയറക്റ്റാണ്. നമ്മളുടെ മനസ്സ് എത്ര ഇളകിക്കൊണ്ടിരിക്കുന്നോ, ചഞ്ചലമാണോ, അതിനനുസരിച്ച് നമ്മളെ ശരീരം ഇളകിക്കൊണ്ടിരിക്കും. നിങ്ങൾ നോക്കൂ, നമ്മൾ ഇന്ത്യക്കാരിലൊക്കെ ബോഡി മൂവ്മെൻറ്റ്സ് ഒരു ലെവലിലാണ്. പക്ഷേ വെസ്റ്റേണേഴ്സിലേക്ക് പോയി നോക്കൂ, അവർ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ എത്ര ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളാണോ അതിനനുസരിച്ച് ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ശരീരചലനങ്ങളെ നമുക്ക് ഡയറക്റ്റായിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കും നമുക്ക്, പക്ഷേ നമുക്ക് ശരീരത്തെ നിശ്ചലമായിട്ട് പൂർണ്ണമായ നിശ്ചലതയിൽ നിർത്താൻ കഴിയില്ല. എവിടെയെങ്കിലുമൊക്കെ ഒരു ഭാഗമൊക്കെ ഇളകിക്കൊണ്ടിരിക്കും സൂക്ഷ്മമായിട്ട്, നമുക്കറിയാം അത്. പക്ഷേ എൻലൈറ്റഡ് ആയിട്ടുള്ള ആളുടെ മൈൻഡ് 0 ആണ്, പരിപൂർണമായ നിശ്ചലതയിലായതുകൊണ്ട് അവരുടെ ശരീരവും ആ നിശ്ചലത, ശരീരം സൈലൻ്റ് ആവുന്ന ഒരു സംഭവമാണ്. 0 നിശ്ചലതയായിരിക്കും. അതൊക്കെ നമ്മൾ അറിയാതെ ഇതൊക്കെ നമ്മൾ റീഡ് ചെയ്യും. ഒരാൾ നടന്നു പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേകത നമുക്ക് തോന്നും. കാരണം അവരുടെ ബോഡി മൂവ്മെൻറ്റ്സിൽ ഒരു ഒഴുക്കുണ്ടാവും, ഭയങ്കരമായിട്ടുള്ള ഒഴുക്കായിരിക്കും. ഒരു എൻലൈറ്റഡ് ആയിട്ടുള്ള ആൾ നടന്നു വരുമ്പോൾ ഒരിക്കലും അയാൾ നടന്നു വരിക എന്ന് നമുക്ക് തോന്നുകയില്ല. ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ടാണ് തോന്നുന്നത്. ഒരു ഒഴുക്കായിരിക്കും ശരീരചലനങ്ങളിൽ, അംഗചലനങ്ങളിലൊക്കെ നമുക്ക് വർണ്ണിക്കാനാവാത്ത തരത്തിലുള്ള ഒരു ഒഴുക്കുണ്ടാവും. ഏകദേശം ആ ഒഴുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അറിയപ്പെടുന്നത് മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ ശരീരചലനങ്ങൾക്ക് ഒരു പ്രത്യേക ഒഴുക്കുണ്ട്, ഒരഴകുണ്ട്. അത് കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നെർവസ് സിസ്റ്റം അത്രയും പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു ലെവലിലായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ട് എൻലൈറ്റഡ് ആയി എന്നല്ല പറയണത്, പല സ്റ്റേജിലാണ്. അദ്ദേഹത്തിൻ്റെ നെർവസ് സിസ്റ്റം അത്രയും ഇതിലായതുകൊണ്ടാണ്, ഈസിലായതുകൊണ്ടാണ് ആ ഒഴുക്ക് ഇങ്ങനെ വരുന്നത്. പിന്നെ ഈ എൻലൈറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ശരീരചലനങ്ങളുമായിട്ട് നോക്കുമ്പോൾ നമ്മളുടെ ശരീരചലനങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. വെച്ചാൽ ഒരു റോബോട്ട് നടക്കുന്നതും ഒരു മനുഷ്യൻ നടക്കുന്നതും വ്യത്യാസമല്ലേ? ബ്രേക്ക് ചെയ്തിട്ടാണ്. അതിന് തുല്യമായിരിക്കും നമ്മളുടെ ചലനം. അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊക്കെ മുറിഞ്ഞ ചലനങ്ങളാണ്, പക്ഷെ അവരുടെ ഒഴുക്ക് ഭയങ്കര. അപ്പോൾ അത് നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതാണ് സംഭവം, ആ ചലനങ്ങൾക്ക് ഭയങ്കര ഒഴുക്കുണ്ടാവും. അവർക്ക് കാണുമ്പോൾ ഒരു വശ്യത ഉണ്ടാവില്ലേ? വശ്യത ഉണ്ട്. കാണുമ്പോൾ മാത്രമല്ല, ആ സാമീപ്യത്തിൽ വശ്യത വരെ പറയാനില്ല. അത്തരം ഒരാൾ, ഒരു ശാന്തി അനുഭവിക്കുന്ന ഒരാൾ വെറുതെ നടന്നു പോകുമ്പോഴും അവർ ഇപ്പോൾ ഒരു കടയിൽ ചെന്നാൽ എൻലൈറ്റഡ് ആവുമൊന്നും വേണ്ട, സാധാരണ ഒരാളിൽ നിന്നും കുറച്ചും കൂടി എലവേറ്റഡ് ആയിട്ടുള്ളൊരു മൂഡ്, ഒത്തിരി ശാന്തി അനുഭവിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ വേഗം കഴിയും. എല്ലാവർക്കും ഒരു അട്രാക്ഷൻ, ഒരു ബഹുമാനം തോന്നും, ഒരു സ്നേഹം തോന്നും അവരുടെ കാര്യം. നമ്മളുടെ ഈഗോ ആണ് ശരിക്കും നമ്മളുടെ ചുറ്റും ഒരു വലയം സൃഷ്ടിക്കും. അപ്പം നമ്മൾ എത്ര ഈഗോയിസ്റ്റിക് ആണോ അത്ര ഈ ഈഗോയിൽ ചെന്ന് മറ്റൊരടിക്കും. റിപ്പൽഷനാണ്. ഇവർക്ക് ഈഗോ ഇല്ല, അപ്പോൾ അവരിലൂടെ നമ്മൾ അങ്ങോട്ട് വീഴ് പോവുകയാണ്, ബ്ലാക്ക് ഹോളിലേക്ക് നമ്മൾ വീഴുന്ന പോലെ. അതാണ് എൻലൈറ്റഡ് ആയിട്ടുള്ള ആളുകൾ. പിന്നെ എന്താ സംഭവിച്ചാൽ, നേരത്തെ നമ്മൾ വേറൊരു എപ്പിസോഡിൽ പറയേണ്ടത്, നമ്മളുടെയൊക്കെ ഊർജ പ്രസരണത്തിൻ്റെ ദിശ താഴേക്കാണ്. ഈ പിന്നെ ആത്മീയമായിട്ടുള്ള ഉന്നതി നേടിയ ആളുകളുടെയൊക്കെ ഊർജ്ജ. അപ്പോൾ
അത് വരുന്നതോടുകൂടി ഈ ഊർജത്തിൻ്റെ ആ ദിശ മാറിയത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു വലയത്തിൽ നമ്മൾ വീണു പോകും. അതാണ് ശരിക്കും നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത്. ആ ഊർജത്തിൻ്റെ മണ്ഡലം അതെ അതെ നമ്മളെ സ്വാധീനിക്കുന്നതുകൊണ്ടാണ്, ആ ദിശ മാറിയ ഊർജ്ജമണ്ഡലം നമ്മളെ കൂടി സ്വാധീനിക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു അട്രാക്ഷൻ തോന്നുകയാണ്. എന്താണെന്ന് നമുക്കറിയില്ല, വിശദീകരിക്കാനാവില്ല. അപ്പം അങ്ങനെ ഈ ഘടകങ്ങളെല്ലാം കൂടി ചേർന്നാൽ ശരീരത്തിൻ്റെ ഒഴുക്ക്, നിശ്ചലത, കണ്ണുകളുടെ ആ ഒരു ശാന്തത, ആഴം, അതിലുള്ള കാരുണ്യം, ശബ്ദം, ഇങ്ങനെയുള്ള പല ഘടകങ്ങളെയും കൂടി ഈ പല ഘടകങ്ങളും ഒരാളിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അദ്ദേഹം സംഭവിച്ച ആളാണ്. അത് നമ്മൾ തിരിച്ചറിയും എപ്പോഴും. ഇതൊന്നും അറിയാതെ തന്നെ നമ്മൾ തിരിച്ചറിയും. പക്ഷെ ഞാനതിനെ വ്യവച്ഛേദിച്ച് പറയുന്നു എന്ന് മാത്രം. ഇന്ന ഘടകങ്ങളാണ് നമ്മളത് ആ റീഡിങ്ങിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞെന്നുള്ളൂ. വണ്ടർഫുള്ളാണത്. എന്തായാലും ഈ പറയുന്ന ബോധോദയം വന്ന ഈ പറയുന്ന അടുത്ത ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ തിരിച്ചറിയാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതിലുപരി ആ ബോധോദയത്തിലേക്ക് വരാൻ മാത്രമല്ല നമുക്കും തിരിച്ചറിയാം. അതെ അതെ, നമ്മളുടെ ഓരോ നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് തന്നെ സ്വയം വിലയിരുത്താനുള്ള ഒരു ഉപാധിയാണിത്. ശരിയാ, സന്തോഷം. എല്ലാവർക്കും അങ്ങനൊരു നല്ലൊരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ. നന്ദി.